ഹലോ, ഞാൻ സുനി സജി, രവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, ഓപ്പോസിറ്റ് രവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാലും സമാധാനവും സന്തോഷവും സ്വസ്ഥയാലും അനുഗ്രഹിക്കട്ടെ. സമ്പൽ സമൃദ്ധിയായി നിറയ്ക്കട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമായി തീരട്ടെ. ഇതെല്ലാം എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമല്ലേ? അങ്ങനെ തന്നെ നടക്കട്ടെ, അങ്ങനെ തന്നെ വിശ്വസിക്കുക, അങ്ങനെ തന്നെ നടക്കും. അതാണ് ഇന്ന് പറയണത്. സങ്കീർത്തനം 119:26 പറയാം, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ആമേ. അപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കണമെങ്കിൽ നമുക്ക് നാവിൽ നല്ലത് പറഞ്ഞാൽ നല്ലത് കിട്ടും, ചീത്ത പറഞ്ഞാൽ ചീത്ത കിട്ടും, വിതയ്ക്കുന്നത് കൊയ്യും. അപ്പോൾ എപ്പോഴും നാവിൽ അനുഗ്രഹത്തിൻ്റെ വാക്ക് മാത്രം പറയാൻ ഓർത്തോട്ടോ. മക്കളെ പറ്റിയായാലും അയൽക്കാരനെ പറ്റിയായാലും നമ്മളെ പറ്റി ആയാൽ പോലും. അപ്പോൾ ഇന്നത്തെ ഗീവവേക്ക് അറിയാമല്ലോ, തിരക്കാം റണ്ണിങ് മെറ്റീരിയൽ കാണിക്കുന്ന കാരണം അവസാനം പറയാവേ. അപ്പോൾ ഇന്നത്തെ ഇത് അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് മൽക്കോട്ടൻ്റെ സൂപ്പർ സംഭവം. ഇതിൻ്റെ അടി കണ്ടോ, ഇത് ഇങ്ങനെ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സൂപ്പറായിട്ട് ഇത് നമുക്ക് സാരിക്കായാലും സാരിക്ക് യൂസ് ചെയ്യാം. ഫുള്ള് ഇങ്ങനെ ഒരു വശം ബോർഡർ ഉണ്ട്, നല്ല വീതിയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ 46 അല്ല 50 ഉണ്ടെന്ന് എനിക്ക് വേണം. ഇങ്ങനെ സാരിക്ക് വേണമെങ്കിൽ ഇത് ടോപ്പായിട്ട് ഇത് വേണമെങ്കിൽ സാരി ആക്കാം. ഇത് അവരിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആന്നേക്കണം. ഇങ്ങനെ ഷോൾ ഇത് വേണമെങ്കിൽ ആക്കാം, ബോട്ടം ഇതാക്കാം, അങ്ങനെയൊക്കെ. ഇത് 450 പെർ മീറ്റർ, ഇത് 390, 390. ഇത് 450 കേട്ടോ. ഇതിങ്ങനെ മിക്സ് ആൻഡ് ഇത് ചെയ്തോ. ഇത് ഫുൾ എംബ്രോയിഡറി ആട്ടോ, സൂപ്പർ സംഭവം കേട്ടോ. നമ്മൾ ആദ്യം എടുത്തേക്കണേ, അത് കാരണം അപ്പടി പെട്ടെന്ന് തീരും കേട്ടോ. റീസ്റ്റോക്ക് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോഴത്തേന് ഇപ്പോൾ ഒന്നും കിട്ടണില്ല. ഫുൾ എംബ്രോയിഡറിയാണ്. ഇത് അതിൻ്റെ തന്നെ കോമ്പിനേഷനായിട്ട് വന്നതാണ്. ഇത് ബോട്ടത്തിൻ്റെ വീതിക്കല്ല വന്നേക്കണേ. സാധാരണ ബോട്ടത്തിൻ്റെ വീതിക്ക് വന്നത് ഞാനപ്പോൾ ഓർത്ത് ബോട്ടായിരിക്കും, ബോട്ടല്ല, നല്ല വീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ലേസർ ഷോളിനാക്കി കുറച്ചെടുക്കാം. ഹാഫ് മുറിച്ചാൽ മതി, ഷോള് ബോട്ടത്തിൻ്റെ താഴെ ഒക്കെ വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ മിക്സ് ആൻഡ് മാച്ച് ആക്കി എടുത്തു. അതിൻ്റെ തന്നെ യെല്ലോ, വിഷു ഈസ്റ്റർ ഫങ്ഷനുകൾ വരുമല്ലേ, ഈ കളർ എവിടെയും പിടിച്ചിരിക്കും കേട്ടോ. ഈ കളറ് രാജകീയ കളറാണ്. നമുക്ക് ഇത് പ്യുറാട്ടോ. ഡൈ ഒക്കെ ചെയ്യാം, പക്ഷേ ഈ ത്രെഡിലൊക്കെ എങ്ങനെ പിടിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഡൈ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇത് 450, ഇത് 390. മറക്കരുതേ. കണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ ഇത് ശരിക്കും കണ്ടല്ലോ. നല്ല അടിപൊളി സംഭവം ആട്ടോ. ഇനി ഇത് 250 ഉള്ളേ. ഇത് 250 ആണ്. നല്ല രണ്ട് വശവും വർക്കുണ്ട് കേട്ടോ, രണ്ട് വശവും വർക്കുണ്ട്. ഇത് ഷോളാക്കിയിട്ട് ഇത് ടോപ്പ് വേണമെങ്കിൽ ടോപ്പും ബോട്ടും ആക്കാം. ഇതിനെത്ര? ഇത് 130 ഉള്ളൂ. പ്ലെയിൻ ഓർഗൻസയിലാണ്. ഇത് സിൽക്ക് ഓർഗൻസയാണ്. ഇതിൽ ഫുൾ വർക്കും ഉണ്ട്. ഭയങ്കര ഡിമാൻഡുള്ള സാധനം. ഇത് 250, ഇത് 130. ഇത് 250, 130. ഇത് പെട്ടെന്ന് തീരും കേട്ടോ, കാരണം ഇത് എപ്പോഴും റീസ്റ്റോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വേണ്ടോ, രണ്ട് വശവും വർക്കുണ്ട്. രണ്ട് വശവും വർക്കുണ്ട്. അതിൻ്റെ പ്ലെയിൻ 130, ഇത് 250. ഇനി ഫങ്ഷനുകൾ വരല്ലേ, ഈ ഓർഗൻസ് നമുക്ക് എനിക്കിഷ്ടം ജോർജറ്റിനേക്കാളും ഓർഗൻസ ആട്ടോ. ഒരു നല്ല ഇച്ചിരിയുടെ ഒരു വിലയും തോന്നിക്കും. ഭയങ്കര രസമാണ് സിൽക്ക് ഓർഗൻസ. അടിപൊളിയാണ്. കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇത്രയും കളേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ റീസ്റ്റോക്ക് അടിച്ചപ്പോൾ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. 250 ഉള്ളൂ. ഇത് 130 ഉള്ളൂ. പെട്ടെന്ന് എടുത്തു. നല്ല കളേഴ്സ്. ഈ വർക്കിൻ്റെ ഭംഗി നോക്കട്ടോ. അതാ നൈസായിട്ട് ആ വർക്കൊക്കെ ഒത്തിരി ഒന്ന് അടുപ്പിച്ച് കാണിച്ചു കേട്ടോ. വർക്കൊക്കെ സൂപ്പറായിട്ട്, അടിപൊളി വർക്ക്. ഇത് 250, ഇത് 130. ഇത് നമ്മുടെ ഇത് റീസ്റ്റോക്ക് കാണിക്കണേ. നമ്മൾ ബണ്ടിൽ കണക്കിന് ഇത് വരുത്തിയേക്കണേ.
അപ്പോൾ അത് കാരണമാണ് 350 ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഫ്രോക്കിന്, ടോപ്പിന് എല്ലാം നല്ലതാണ്. ഭയങ്കര ഗ്രാൻഡ് സാധനം കേട്ടോ. ഇതിന് തീർന്നിട്ട് ഉടനെ റിപ്പീറ്റ് ചോദിച്ചാലൊന്നും കിട്ടില്ല. അത്ര ബണ്ടിലായിട്ട് നമ്മൾ വരുത്തി. കാരണം എപ്പോഴും ഇത് ഒത്തിരി അകലെന്നാണ് വന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത കാരണം. ഇത് ബ്രാസോ മെറ്റീരിയൽ ഇത് 299. നല്ല സംഭവം കേട്ടോ. ഷോള്, ഫ്രോക്ക് നല്ല എന്തിനു വേണേലും എടുക്കാവേ. ബ്രാസോയുടെ മെറ്റീരിയൽ കേട്ടോ, സൂപ്പർ. 299 ഉള്ളൂ കേട്ടോ ബ്രാസോയുടെ. അടിപൊളി. ഫ്രോക്കിനൊക്കെ ഒത്തിരി നല്ലതായിരിക്കും, സാരിക്ക് നല്ലതായിരിക്കും, എല്ലാത്തിനും തന്നെ അടിപൊളിയാണ്. ഇനി മൽച്ചന്തഗിരിയുടെ കഴിഞ്ഞ ഓണ കാണിച്ചതിൻ്റെ വേറെ പ്രിന്റ്. കഴിഞ്ഞ ഓണം കാണിച്ചത് ഒട്ടും കിട്ടിയില്ല, എല്ലാം റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മൽച്ചന്തഗിരി ആട്ടോ. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡി സംഭവം. 699. പ്ലെയിന് 230, ഇതിന് 699. അടിപൊളി സംഭവം ആട്ടോ. ഇത് 699. ഇത് സാരിക്കൊക്കെ നല്ല കേട്ടോ. കാണിക്കട്ടെ. മൽച്ചന്തഗിരി ആട്ടോ. ഗ്രാൻഡ് സംഭവമാണ്. ഇപ്പം ഇതിന് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞ കടകളിലൊക്കെ. ഞാനിതിന് വില കേട്ട ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ഓണം കൊണ്ടുപോയി വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഡിമാൻഡ്. അപ്പോൾ നല്ല കളറുമാണ്. ഇത് 230, ഇത് 230, ഇത് 699. അതിൻ്റെ 3 ഷെയ്ഡാട്ടോ വന്നേക്കണേ. ഇപ്പോഴത്തെ ഏറ്റവും ഫാഷൻ. ഇനിയൊരു 1-2 വർഷമൊക്കെ ഇതായിരിക്കും ഓർണത്. കുർത്തകളും ഫ്രോക്കും അതും സാരിക്കും ഒക്കെ 700 രൂപയോളം എന്ന് പറയുമ്പോൾ സിൽക്ക് മെറ്റീരിയലിൻ്റെ വിലയായില്ലേ. സിൽക്കിനേക്കാൾ ഇപ്പം ഡിമാൻഡാണ്. ഇതും റിപ്പീറ്റ് ആട്ടോ. കഴിഞ്ഞ ഓണം കാണിച്ചു തന്നെ. ഇത് ഷോളാക്കാം. അല്ല, ഇത് ബോട്ടാണോ? അല്ല, ഇത് ബോട്ടത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ടോപ്പാക്കാം, സാരിക്കാക്കി എടുക്കാം. ഇത് 250 കേട്ടോ. അവരെന്തൊക്കെയാണ് ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ല. നിങ്ങളുടെ കലാബോധത്തിനനുസരിച്ച് എടുത്തോ. ഇത് സെറ്റ് മുണ്ടും ആക്കാം. ഇത് ഒത്തിരി സെറ്റ് മുണ്ടിനൊക്കെ മുറിഞ്ഞു കേട്ടോ ഈ വിഷുവിന്. ഇവരൊക്കെ ഒത്തിരി സെറ്റ് മുണ്ടിന് ഇത് മുറിച്ചു കൊടുത്തേ. ഒരു വെറൈറ്റി സെറ്റ് മുണ്ടും ആവും. ഇത് 299. ഇത് 299. പ്ലെയിൻ 120. ഇത്രയും സംഭവം ഉണ്ട് ഇതിന്. ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തു. ഇപ്പം ഭയങ്കര ട്രെൻഡായിട്ട് പോണതാട്ടോ. വിഷു, ഈസ്റ്റർ ഒക്കെ അടിച്ച് പൊളിച്ച് ഫങ്ഷന് യൂസ് ചെയ്യാതെ. ഇനി 150ൻ്റെ കോട്ടനുകൾ, കോട്ട് സെറ്റൊക്കെ അടിക്കാൻ ടോപ്പും ബോട്ടോടെ ഇതെടുക്കാം കേട്ടോ. 150ൻ്റെ കോട്ടനെ. എന്തെല്ലാം പ്രിന്റുകളാണ്. 150 ഉള്ളൂ കേട്ടോ. പ്യുവർ കോട്ടൺ ആട്ടോ. പ്യുവർ കോട്ടൺ ആണ്. 150 എന്ന് പറയുമ്പോൾ ഇത് കാന്ത കോട്ടൻ്റെ. ലൈനിങ് ഒന്നും വേണ്ട. ടോപ്പും ബോട്ടും. ഇപ്പോൾ കോട്ട് സെറ്റ് അടിക്കാൻ സെയിം പ്രിന്റ് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ടോപ്പിനും ബോട്ടത്തിനും വേറെ വേറെ വേണ്ട. അടിപൊളി പ്രിന്റുകൾ. പെട്ടെന്ന് എടുത്തോ. നല്ല കളേഴ്സാണ്. $150 ഉള്ളൂ. ടോപ്പ് തന്നെയോ കോട്ട് സെറ്റ് തന്നെയോ ബ്ലൗസിനോ 150. നല്ല കളർ ചോക്ലേറ്റ്. നല്ല സെലക്റ്റീവ് പ്രിന്റ് ആട്ടോ. എന്തുമാത്രം ഇങ്ങനെ ഈ പ്രിന്റ് പോലും ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചാൽ സെലക്ട് ചെയ്യാറ്. ഓരോന്നും പറക്കി പറക്കി എടുത്തേക്കണ. അത് കാരണം നമ്മുടെ കടയിൽ ഒരു സാധനം എടുത്താൽ നിങ്ങൾക്ക് എത്ര വർഷമായാലും ഫാഷൻ ഔട്ട് ആവൂല. 150 ഒന്നും അത് ഒത്തിരി സാധനം എടുക്കൂല. ഒരേപോലത്തെ ഒത്തിരി എടുത്ത് അപ്പോൾ കാണുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ഓണത്തെ
നമുക്ക് കിട്ടാത്തവർക്ക് ഈ കളർ മാത്രമാട്ടോ റീസ്റ്റോക്ക് കിട്ടിയുള്ളൂ. ഇത് 699 ബേജ് കളർ. അതിൻ്റെ പ്ലെയിൻ 230. മറ്റേ കളറൊക്കെ പിന്നീട് വരും. ബേജ് കളർ മാത്രം റീസ്റ്റോക്ക് കിട്ടിയുള്ളേ. ഇത് 299 ഹക്കോബെ. 299 ഹക്കോബ. ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. ഞാൻ തിരക്കായത് കാരണം, റണ്ണിങ് ആയത് കാരണം. ഇതെപ്പോഴും നമുക്ക് പോണേ കേട്ടോ ഈ വേനക്കൊക്കെ. ഇതൊക്കെ ഇട്ടാൽ ഫങ്ഷൻകാർ ഒന്നും പറഞ്ഞ ഒരു പേളിൻ്റെ മാലയുടെ ഇട്ടാൽ മതി. 299. നോർത്ത് സ്വർണ്ണ സ്കീമിൽ പൂർണ്ണം സ്വർണ്ണം എടുക്കണേ. 299. ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഞാൻ ഓടി ഒന്ന് പോയായിരുന്നു. അതെ, എനിക്കിന്ന് പോസ്റ്റ് ഓഫീസിൽ March 8 വനിതാ ദിനത്തിന് സ്ത്രീകളെ ആദരിക്കണം ഇങ്ങനെ അവരുടെ പോസ്റ്റ് ഓഫീസുകാരുടെ. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടം. പോസ്റ്റ് ഓഫീസിൽ ഓടിപ്പോയതെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. എൻ്റെ അച്ഛൻ ശരിക്കും മിലിറ്ററിയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പഴയ BC കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഈ ചുമ്മാ യുദ്ധമൊക്കെ വരുമ്പോൾ അപ്പനും അമ്മയൊക്കെ പറയില്ല, വേഗം തിരിച്ചു വന്നു. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന വഴിയെ മോറ്റ പോസ്റ്റ് ഓഫീസിൽ കയറി. അപ്പോൾ ഞാനൊക്കെ 10 വയസ്സ് മുതൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കളിച്ച് കിടന്ന കേട്ടോ. അപ്പോൾ അതോർത്തോണ്ടല്ല കേട്ടോ ഇത് കിട്ടിയത്. ഇത് നമുക്കടെ കട അങ്ങനെയൊക്കെ ബിസിനസ് സംബന്ധമായിട്ട് ഒരാളെ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആദരിക്കാൻ. അപ്പോൾ യേശുവിൻ്റെ കൃപയെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ അവാർഡ് ആദ്യത്തെ ആകട്ടെ. ഇനി ഒത്തിരി അവാർഡ് കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ദേശീയ അവാർഡ് വരെ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് കിട്ടട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് എന്ത് ക്യൂട്ടാല്ലേ. എനിക്കിത് കണ്ടിട്ട് എന്ത് സന്തോഷമായോ. ഇതിങ്ങനെ കണ്ടപ്പോൾ അല്ലേ പണ്ട് നമ്മളപ്പടി ലെറ്റർ പോസ്റ്റ് ചെയ്യണേ. ക്രിസ്മസ് കാർഡൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണമെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ. ഞാൻ സമ്മാനം എന്തായിരിക്കും എന്ന് തുറന്നപ്പോഴാണ് എൻ്റെ അമ്മയെ ഇത് കണ്ടതോടുകൂടി മനസ്സപ്പടിയും പണ്ടത്തെ എഴുത്തുകളും കാർഡും ഇതൊക്കെ സ്വപ്നം ഒക്കെ പണ്ടത്തെ 16ഉം 15ഉം ക്രിസ്മസ് കാർഡ് ഒരു 10 വയസ്സ് മുതലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാർഡല്ല 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്മസ് കാർഡൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ കിട്ടിയ കാലങ്ങളൊക്കെ ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടി. അപ്പം നിങ്ങളെങ്ങനെ കാണിച്ച വീഡിയോയുടെ ഇടയ്ക്ക് ഓടിപ്പോയി മേടിച്ചോണ്ട് വന്നാൽ, എന്നിട്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് പോയി മേടിച്ചോണ്ട് വന്നാൽ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി റണ്ണിങ് മെറ്റീരിയൽ കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനമൊക്കെ കിട്ടി. എൻ്റെ യേശപ്പ സ്തോത്രം. പോസ്റ്റ് ഓഫീസ് ആയത് കാരണം കേട്ടോ ഓടിപ്പോയത്. എനിക്കിങ്ങനെ സഭാകമ്പം ഉണ്ട് പോകണ്ടെന്ന് ഓർത്തുകൊണ്ടിരുന്ന. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ അപ്പനിരുന്ന പ്രസ്ഥാനമല്ല, അവിടുന്ന് ഇങ്ങനെ അവർ ആദരിക്കാനൊക്കെ വിളിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ, അങ്ങനെ ഓടിപ്പോയതാണ്. അപ്പോൾ ഇന്നത്തെ ഇനി റണ്ണിങ് മെറ്റീരിയൽ ഇത് കോറാക്കോട്ടയിലെ ഹാർട്ട്. ഇത് ടോപ്പും പോട്ടോടെ അടിച്ച് ഒത്തിരി ഇൻസ്റ്റേ കിടക്കണം കേട്ടോ. കോട്ട് സെറ്റായിട്ടല്ലേ നമ്മൾ കളയുക. ഇത് എന്നായിരുന്നു വില? 260 ആട്ടോ. 260. ഇത് നമ്മൾ 199 വിറ്റിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയൽ അല്ല കേട്ടോ. ഇത് കൂടിയ ഈ അകത്തെ മെറ്റീരിയൽ ഒത്തിരി ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. നമ്മൾ 199 വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാ വില കൂടുതലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്തെ മെറ്റീരിയൽ ഇങ്ങനെ ഇച്ചിരി കൂടിയതായിരുന്നു. ഈ ടൈപ്പ് മെറ്റീരിയലിൽ ആയിരുന്നു തോന്നുന്നു ആദ്യം വന്നത് അല്ലേ. ആദ്യമൊക്കെ അപ്പടി ഹാർട്ടും ഇതൊക്കെ. കോറാക്കോട്ടയുടെ ക്രീമാണ്. അതിൽ നിന്ന് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തേക്കണം. ഇത് സൂപ്പറാട്ടോ. ഇത് റീസ്റ്റോക്ക് വന്നേക്കണേ കേട്ടോ. 199. നല്ലതാണ്. ഇങ്ങനെ കൈക്കിടും ടോപ്പിൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെ വരും. 47 കിട്ടണമെങ്കിൽ ഇവിടെ യോക്കിൽ എന്തെങ്കിലും ഈ പ്രിൻ്റ് എന്തെങ്കിലും ഇവിടെയൊക്കെ വെച്ചാൽ മതി കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണേ. ഫ്രണ്ടും ബാക്കിയൊക്കെ പ്രിൻ്റ് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഫുൾക്കാരിയുടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾക്കാരി ഒരിടയ്ക്ക് കിട്ടാനില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ സാരിക്ക് എപ്പടി എടുത്തുകൊണ്ട് പോയായിരിക്കും. അപ്പോൾ ഇതിന് കട്ട് വർക്കല്ലേ, 170 അല്ലേ. ഇത് എത്ര കാലങ്ങളായിട്ട് റാണിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനം കേൾക്കണം കേട്ടോ. ഞാൻ സ്ത്രീകളുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഇതിലിടണില്ല. ഞാൻ പറയാട്ടോ എന്നാ പ്രസംഗിച്ചതെന്ന് എനിക്ക് വയ്യ. ഇത് കണ്ടോ, സൂപ്പറാണ്. 170 നല്ല കളറാണ്. അത് കേൾക്കണം. ഇത് വർത്താനത്തിൽ മുഴുകാണ്ട് തുണിയിലേക്ക് നോക്കി തുണി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരെന്നെ വഴക്കുറയും. 170 കേട്ടോ. ഫോട്ടോ എടുത്തില്ലേ? ഇതന്നെ അവാർഡ് സിനിമ പോലെ ഇങ്ങനെ ഇരിക്കണുണ്ട്. ധന്യനെയും എൻ്റെ ഇളയ കൊച്ചിനെ കാണുമ്പോഴേ എനിക്കിങ്ങനെ ചീത്ത കുറച്ചില്ല തൊഴിൽ. രണ്ടുപേരും അവാർഡ് സിനിമ. എൻ്റെ ഇളയവരിങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർ ഇച്ചിരി സ്ലോയിലേ ചെയ്യുള്ളൂ. നല്ല പിങ്ക് 170. മുന്തിരി കളറ്
പെട്ടെന്ന് എടുത്തോട്ടോ. നല്ല ഈ പണ്ടത്തെ പോലെ ഫുൾക്കാരി കനം കുറവാട്ടോ. ഈ തെച്ചിക്കോട്ടയൊക്കെ ഇറങ്ങി അങ്ങനത്തെ ആ സൈസിലേക്ക് പോയി. ഇപ്പം ഇതിന് കനയില്ല. സാരിക്കൊക്കെ എടുത്താലൊക്കെ നല്ല ഇതൊക്കെ സൂപ്പറല്ലേ വൈറ്റ് സാരിക്കൊക്കെ. 170 ഉള്ളൂ. ഇതിൻ്റെ ഭംഗി പോവില്ല കേട്ടോ. വൈറ്റ് സാരിക്ക് എപ്പോഴും നല്ലത് ഇതാട്ടോ, ഫുൾക്കാരി ആട്ടോ. ബ്ലാക്ക് സാരിക്കായാലും പ്ലെയിൻ പോലെയല്ല. 170 ഉള്ളൂ. ഇതാര് കണ്ടുപിടിച്ചാലും ദൂരം വിറ്റ തുണിയല്ലേ. തുണി ഇപ്പോഴും പിടിച്ചേക്കണത് ഇതിൻ്റെ ഗ്ലാമറും കൊണ്ടാണ്. ഇട്ടാൽ ഭയങ്കര രസം. 60ൻ്റെ കുറേ ക്രേപ്പിൻ്റെ വന്നിട്ടുണ്ട്. ക്രേപ്പിൽ പ്രിന്റ്. അടിപൊളി സംഭവം. കുറേ ഉണ്ട് കേട്ടോ, കുറേ പ്രിന്റ് ഉണ്ട്. ₹60 ഉള്ളൂ കേട്ടോ. കുറേ പ്രിന്റ് വന്നിട്ടുണ്ട്. ഇതിന് ചൂടുമില്ല കേട്ടോ. ക്രേപ്പിന് അധികം ചൂടില്ല. നമ്മൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വലിയ ഇങ്ങനെ ഇച്ചിരി കൂളിംഗ് ഉള്ളതാണ്. കഴുകി യൂസ് ചെയ്യാം. ലൈനിങ്ങും വേണ്ട. നിസ്സാര വിലയ്ക്ക് അടിപൊളി സംഭവം. അപ്പോൾ ഇന്നത്തെ ബാക്കി കാര്യം പറയട്ടെ. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം പ്രസംഗിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സ്ത്രീകളിൽ നിന്ന് പ്രസംഗിക്കട്ടെ. നമ്മൾ സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കേണ്ടത് സ്ത്രീകൾ വിചാരിക്കണം എന്ന് പറഞ്ഞു. സത്യമല്ലേ? ഇപ്പം ആ അമ്മയും മക്കളും മരിച്ചു. എല്ലാ ദിവസവും ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് വേറൊരാൾ മരിക്കും, ഇങ്ങനെ സ്ത്രീധന പീഡനം എന്നും പറഞ്ഞ്. അപ്പോഴും നമ്മൾ അയ്യോ പാവം കെട്ടിയോൻ്റെ വീട്ടിലെ പീഡനം. ഈ സ്വന്തം വീട്ടുകാരോടെ ശ്രമിക്കേണ്ട സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. ഒരു മകനും മകളും ഉണ്ടെങ്കിൽ എന്തിനാ ഈ വേർതിരിക്കണേ? മകളെ കെട്ടിച്ചു വിട്ട മക്കളുടെ അവസ്ഥ എന്താ? കെട്ടിയവൻ്റെ വീട്ടിലും വലിയ സ്ഥാനം കാണില്ല. അവർക്ക് അവിടെ ചെന്ന് പിടിച്ചിരിക്കണേ. ഒരു സ്ത്രീക്ക് ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴാന്ന് തോന്നുന്നു ആ വീട്ടിലൊക്കെ സ്ഥാനമാകുമെന്ന് എനിക്ക് വേണേ. മദറിലോയും ഫാദറിലോയും ഒക്കെ മരിച്ച് അത് കഴിഞ്ഞിട്ട് അതുവരെ അവരുടെ ഭരണമായിരിക്കും. അപ്പോൾ ഒരു കെട്ടിച്ചെടുത്തും വിലയില്ല, സ്വന്തം വീട്ടിലും വിലയില്ല. കെട്ടിച്ചു വിട്ടു. എന്തിനാ ഈ പൈസയൊക്കെ കൊടുത്ത് കെട്ടിച്ചു വിടണേ? അവർക്ക് അവിടെ അവകാശം വെക്കണം. അപ്പോൾ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ കയറാം. ഈ പോയി ആത്മഹത്യ ചെയ്യണം. എല്ലാ പെണ്ണുങ്ങളും ആത്മഹത്യ ചെയ്യാത്തങ്ങളൊക്കെ എന്തെല്ലാം നരക യാതന അനുഭവിക്കണേ. ഒരാളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ സ്വന്തം വീട്ടിൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. ആ മക്കളെയും കൊച്ചിലെ മുതൽ നമ്മൾ പറഞ്ഞു നടക്കാം, എനിക്ക് നീയും എവളും ഒരുപോലെ 3 വീതം വെച്ചോളണം. അപ്പനും അമ്മയ്ക്കും ഒരു വീതം, മകനൊരു വീതം, മകൾക്കൊരു വീതം. കുഞ്ഞിലേ പഠിപ്പിക്കണം. അല്ലാണ്ട് അങ്ങനെ നോക്കിക്കേ. അപ്പോൾ ഇങ്ങനത്തെ ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സ്ത്രീകൾ വിചാരിക്കണം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എനിക്ക് പെങ്കൊച്ചുണ്ടെങ്കിൽ ആ മോനും മകൾക്കും തുല്യമായിട്ട് കൊടുത്ത് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ 2 ഇറക്കന്മാരായി പോയി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി സങ്കടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കെട്ടിച്ച വീട്ടിലും ഇല്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴും അങ്ങനെ ഒരു കെട്ടിച്ച വിട്ട പിന്നെ അവിടെ നിൽക്കുമ്പോൾ നാട്ടുകാർ എന്തിയേ പോണില്ലേ. നമ്മുടെ നാട്ടുകാർക്കും അങ്ങനെ കുഴപ്പമുണ്ടല്ലോ. അപ്പം നമ്മൾ അത് എന്തുമാത്രം ഒരു പെണ്ണുങ്ങളുടെ ചങ്കിലെ വിഷമം എന്നറിയാവോ. അപ്പം സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കണം. നമ്മൾ തന്നെ തീരുമാനിക്കണം. ആണിനും പെണ്ണിനും തുല്യ ഇത്. അതിങ്ങനെ അത് കേട്ടോണ്ട് പെണ്ണുങ്ങളിങ്ങനെ ഇച്ചിരി കീഴ്പ്പെടാണ്ടതിന് കീഴ്പ്പെടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേൾക്കണ വഴിയെ ഡൈവോഴ്സ് അതൊന്നും അല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കണത്. പക്ഷെ അനീതി കണ്ട ഒച്ച എടുക്കണം. എങ്ങനെ കള്ളു കുടിക്കുക, അതിനൊക്കെ അത് വേണ്ട. ഈ കുടുംബത്തിൽ അത് പറ്റില്ല എന്ന് പറയണം. മക്കളെയൊക്കെ നല്ല ദൈവഭയത്തിൽ വളർത്തുകയും ചെയ്യണം. അപ്പം നമ്മൾ അനീതിക്ക് കൂട്ടിയിരിക്കരുത്. അത് പേടിച്ചും മറച്ചും ഒക്കെ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം.
അല്ലാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അതിന് കൂട്ടി വയ്ക്കുകയോ ചെയ്യരുത്. ഇങ്ങനെയൊക്കെയായിട്ടാണ് ഞാൻ പ്രസംഗിച്ചേ. ശരിയല്ലേ? അപ്പോൾ പിന്നെ ഇത് ഷെയർ ചെയ്യണ കാര്യം മറക്കരുത്. ഗോൾഡ് സ്കീമിൽ കൂടുന്ന കാര്യം മറക്കരുത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കി ഗിഫ്റ്റ് വോച്ചർ 1000 റുപ്പീസിൻ്റെ ഓരോന്നിനും ഉണ്ട്. അപ്പോൾ പിന്നെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു മാസം ഉള്ളൂ കേട്ടോ, ഏപ്രിൽ മുതലില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.